മതവിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജിന് ജാമ്യമില്ല എന്നതാണ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലൊന്ന്. പി.സി. ജോർജിനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പോലീസ് കസ്റ്റഡിയിലുള്ള പി.സി. ജോർജിനെ 6 മണിക്ക് ശേഷം പാലാ സബ് ജയിലിലേക്ക് മാറ്റും. പാലാ ഡിവൈഎസ്പി ഓഫീസിൽ പി.സി. ജോർജിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. അലി അക്ബർ ഷാ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ. ഏറെ നാടകീയമായിരുന്നു കീഴടങ്ങലും അതിനുശേഷമുള്ള ജാമ്യാപേക്ഷ പരിഗണിക്കലും പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടലുമെല്ലാം. ഒടുവിൽ ഇപ്പോൾ പി.സി. എവിടെയാണ്? നിലവിൽ പി.സി. ജോർജിനെ പാലായിലെ ആശുപത്രിയിലേക്ക്, ഗവൺമെന്റ് ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിലേക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് കോടതിയിൽ നിന്നും ഇറങ്ങിയ ശേഷം പി.സി. ജോർജിനെ പാലാ ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തുകയും വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പൂർത്തിയാക്കുകയും ചെയ്തത്. 14 ദിവസത്തേക്ക് റിമാൻഡിലാണ് പി.സി. ജോർജിനെ കോടതി വിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കാണുന്ന ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ പൂർത്തിയാക്കി ഇവിടെ നിന്ന് നേരെ വീണ്ടും ഈരാറ്റുപേട്ടയിലേക്ക് തന്നെ പി.സി. ജോർജിനെ തിരിച്ചു കൊണ്ടുപോകും. അതിനുശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ ശേഷമാകും നേരത്തെ പറഞ്ഞത് പ്രകാരം 14 ദിവസത്തെ റിമാൻഡിൽ കോടതി പി.സി. ജോർജിനെ വിടുന്നത്. അതിനുശേഷം എവിടേക്ക് എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. പാലാ സബ് ജയിലിലേക്കാണോ മറ്റെവിടേക്കെങ്കിലുമാണോ ഈ 14 ദിവസത്തെ റിമാൻഡിൽ പി.സി. ജോർജിനെ കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പി.സി. ജോർജ് നേരത്തെ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നു. വർഷങ്ങളായി ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാലാ സബ് ജയിലിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ പാലാ സബ് ജയിലിലേക്ക് കൊണ്ടുപോയാൽ അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് മറ്റെവിടേക്കാണ് പി.സി. ജോർജിനെ കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ തന്നെ പ്രതിഭാഗത്തിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ജാമ്യം ലഭിക്കുമെന്ന കാര്യത്തിൽ. അതുമായി ബന്ധപ്പെട്ട് പി.സി. ജോർജ് നടത്തിയ പരാമർശത്തിൽ എവിടെയും മതവിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പി.സി. ജോർജിനെ പോലീസ് കസ്റ്റഡിയിലോ റിമാൻഡിലോ വിടാൻ പാടില്ല എന്നതായിരുന്നു പ്രതിഭാഗം പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നിലില്ലാത്തതുകൊണ്ട് പി.സി. ജോർജിന് ജാമ്യം നൽകണമെന്നതുമായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ഇതെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് 14 ദിവസത്തെ റിമാൻഡിലേക്ക് പി.സി. ജോർജിനെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ തന്നെ നമുക്കറിയാം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷ വിമർശനമാണ് ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിൽ പി.സി. ജോർജിനെതിരെ ഉണ്ടായത്. 3 പതിറ്റാണ്ടിലധികം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു നേതാവിന് എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണമെന്ന് ഇനിയും അറിയില്ല എന്നതുൾപ്പെടെയുള്ള അതിരൂക്ഷ വിമർശനങ്ങളായിരുന്നു പി.സി. ജോർജിനെതിരെ ഹൈക്കോടതി നടത്തിയത്. അത് തന്നെയാണ് പ്രധാനമായും പ്രോസിക്യൂഷനും ഉയർത്തി കാണിച്ചത്. ഇത് ആദ്യമായല്ല, നേരത്തെയും ഇത്തരത്തിലുള്ള പി.സി. ജോർജിന് തിരിച്ചടിയായിരിക്കുകയാണ്. ചാനലിൽ നടത്തിയ മതവിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജ് ഇപ്പോൾ 14 ദിവസത്തെ റിമാൻഡിൽ.